അങ്ങനെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളാണെങ്കിൽ അതായത് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയാലാണ് നമുക്ക് പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കുള്ള ബസ് കിട്ടുക. അപ്പോൾ ആദ്യം ഒരു ബസ് കയറി ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൽ ഇറങ്ങണം. അപ്പം ഏകദേശം 12 മണി ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ പോയതുകൊണ്ട് വിശന്നു. നമ്മളാണെങ്കിൽ അവിടെ ഒരു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് നടന്നു. അവിടെ നടന്നിട്ടപ്പോൾ ഒരു ചേച്ചി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ചേച്ചിയോട് ചോദിച്ചു ബസ് സ്റ്റോപ്പ് എവിടെയാണ്? അപ്പോൾ പറഞ്ഞു ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവിടെ നിന്നാൽ ഡയറക്റ്റ് കൊടുങ്ങല്ലൂർക്ക് വണ്ടി കിട്ടുമോ? അന്നേരം പറഞ്ഞ് ഇല്ല, നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോകണം, എങ്കിലേ വണ്ടി കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ തന്നെ ഏകദേശം 11 മണിയായി. അപ്പം ഓൺലൈനിലാണെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ടൈം കാണിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ 12 മണി വരെയും പിന്നെ വൈകിട്ട് 4 മണിക്കേ നട തുറക്കത്തുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ തിരിച്ച് റിട്ടേൺ ഉള്ള ടിക്കറ്റ് കൂടെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് തൃശ്ശൂർ പോകുന്നത്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു പിന്നാണെങ്കിൽ നമുക്ക് തൊഴാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ. തൊഴാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് 3 മണിയുടെ 3:15 വേണാട് തിരിച്ച് വണ്ടിക്ക് നമുക്കതിന് കയറാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് നടന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കാറ് ഞങ്ങളുടെ അടുത്ത് കൊണ്ട് നിർത്തുന്നു. അതിലൊരു പുള്ളിക്കാരൻ അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എവിടേക്ക് പോവുക എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ പിന്നാണെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനാണ്, എന്നിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കയറ്, ഞാൻ സ്റ്റാൻഡിലേക്കാണ്, നിങ്ങളെ അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് തൃശ്ശൂർ പോകുന്നത്. ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി വണ്ടി കാർ ഏതാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, പക്ഷേ ഒരു ബ്രസ്സ പോലെ ഒരു വണ്ടിയായിരുന്നു. ഞങ്ങൾ കയറി കഴിഞ്ഞ് അവിടെയാണ് പുള്ളി ബിസിനസ്സുകാരനാണ്. പിന്നാണെങ്കിൽ വണ്ടിയിൽ നോക്കിയപ്പോഴാണെങ്കിൽ പുള്ളി ക്രിസ്ത്യാനിയാണ്. വണ്ടിയിൽ നോക്കിയപ്പം മാതാവിൻ്റെ രൂപം, പിന്നാണെങ്കിൽ ഫ്രണ്ടിലെ മിററിൽ പിന്നാണെങ്കിൽ കൊന്ത തൂക്കിയിട്ടേക്കെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു നിമിഷം അന്തിച്ചു പോയി. കാരണം അങ്ങനെ ഒരു വ്യക്തിക്ക് ഞങ്ങളെ സഹായിക്കേണ്ട ഒരാവശ്യമില്ല. സത്യം പറഞ്ഞാൽ റോഡിൽ കൂടി ഇപ്പോൾ കാറിൽ എത്രയോ ആൾക്കാർ പോകുന്നു, റോഡിൽ കൂടെ നടന്നു പോകുന്ന 2 പേരെ കയറ്റി ഒരു പരിചയം ഇല്ലാത്ത വേറൊരു ജില്ലയിൽ നിന്ന് വരുന്നതാണ് ഞങ്ങൾ. ഒരു പരിചയം ഇല്ലാത്ത 2 പേരെ കയറ്റി അവർ പോകേണ്ടടുത്ത് കൊണ്ടിറക്കേണ്ട ഒരു കാര്യവും പുള്ളിക്കാരനില്ല. ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണോ പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം എന്ന് തന്നെയാണ്. കാരണം ഞങ്ങളാണെങ്കിൽ അവിടെ കൊണ്ട് പുള്ളി ആ കാറിൽ ഞങ്ങൾ പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റാൻഡിലെത്താൻ പറ്റിയത്. പെട്ടെന്ന് സ്റ്റാൻഡിലെത്തി. അതേസമയം ഒരു ബസ് കാത്ത് നിന്ന് നമ്മൾ അതിൽ കയറി പോയായിരുന്നെങ്കിൽ അത്രയും സമയം കൂടെ താമസിച്ചേനെ. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂർക്കുള്ള വണ്ടിയും കിട്ടി. പക്ഷേ 12:30 ആയി ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോൾ. പക്ഷേ എന്നാലും അമ്പലം ഏകദേശം 1 മണിക്ക്, അതായത് ലാസ്റ്റ് പൂജ കഴിഞ്ഞിട്ട് ജസ്റ്റ് ആൾക്കാരെ ഒന്ന് കയറ്റുമായിരുന്നു. അപ്പോഴത്തേനും ഞങ്ങൾ അമ്പലത്തിൽ ചെന്നു, ക്യൂ നിന്നു. പിന്നെ അന്ന് വഴിപാടുകൾ പിന്നെ അടച്ചിട്ടേക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഉച്ചക്കത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ അപ്പോൾ ചേട്ടൻ ക്യൂ നിന്നു, ഞാൻ പോയി വഴിപാട് എഴുതി. നമ്മൾ ജസ്റ്റ് കയറി തൊഴുത്. സത്യം പറഞ്ഞാൽ പിന്നെ എന്തെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ പറയണമെന്നൊക്കെ പറഞ്ഞ് അമ്മയെ കണ്ടതോടെ, അതായത് ആദ്യമായിട്ട് അമ്മയെ കണ്ടതിൻ്റെ ആണോ അതോ എന്താണെന്നറിയത്തില്ല, അമ്മയെ കണ്ടു ഒന്നും പറയാൻ പറ്റിയില്ല. കണ്ടപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിറഞ്ഞു വന്നു എന്നുള്ളതല്ലാതെ, കണ്ണുനീരൊഴുകി എന്നുള്ളതല്ലാതെ എനിക്ക് അമ്മയോടൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ കണ്ട് തൊഴുതു. അതും പെട്ടെന്ന് തന്നെ അവർ നമ്മളെ അവിടെ നിന്ന് നിങ്ങൾ തൊഴുതു നീങ്ങൂ, അമ്പലം അടയ്ക്കാറായി എന്ന് പറയും. ഏകദേശം ചിലപ്പോൾ കൂടിപ്പോയ ഒരു 30 സെക്കൻഡ് മാത്രമേ ഞാൻ അമ്മയെ കണ്ടു കാണത്തുള്ളൂ. അമ്മയെ കണ്ടു, തൊഴുതിറങ്ങി. അത് തന്നെ വലിയൊരു അനുഭവമാണ്. കാരണം അമ്മയെ അല്ലാതെ ഞങ്ങൾ ബസ്സിന് പോയിട്ട് ഞങ്ങൾ അവിടെ ചെന്നിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റത്തില്ല. നട എന്തായാലും അടയ്ക്കും. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ വൈകിട്ട് 4 മണി വരെ, പക്ഷേ അങ്ങനെ തൊഴാൻ പറ്റിയില്ല എങ്കിൽ വൈകുന്നേരം നിന്ന് തൊഴുതിട്ട് വരണം എന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ഉള്ള പിന്നാണെങ്കിൽ ട്രെയിൻ നമുക്ക് തിരിച്ച് വരാനും പറ്റത്തില്ല, പിറ്റേന്ന് ജോലിക്ക് പോകാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഞങ്ങളെ സഹായിക്കാൻ, അതും നമ്മുടെ മതത്തിൽ പെട്ട പോലും ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണോ ആ മനസ്സിൽ അമ്മ തോന്നിച്ചാണോ എന്നറിയത്തില്ല, അദ്ദേഹം നമ്മളെ സഹായിച്ചു, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മളെ ഒന്നും അറിയാത്ത സ്ഥലത്ത് നമ്മളെ അവിടെ കൊണ്ടുവിട്ടു.
പിന്നെ കൊടുങ്ങല്ലൂർക്കുള്ള ബസ് കാണിച്ചു തന്നതുപോലും പുള്ളിയാണ്. പുള്ളി കാറിലിരുന്നു കൊണ്ട് തന്നെ അതുകൊണ്ട് കൊടുങ്ങല്ലൂർക്ക് ബസ് കിടക്കുന്നു, നിങ്ങൾ അതിൽ കയറി പോയിക്കോളൂ എന്ന് പറഞ്ഞ് നമുക്ക് വഴി കാട്ടി തന്നു. അമ്മ അതിനൊരാളെ നമ്മുടെ കൂടെ വിട്ടു. അതാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പോയപ്പോൾ ഉണ്ടായ അനുഭവം. പിന്നെ സത്യം പറഞ്ഞാൽ അമ്മ എൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു. എനിക്കിതുപോലെ ഒരുപാട് അനുഭവങ്ങൾ അമ്മ എനിക്ക് തന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് എന്തെങ്കിലും ഒരു സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ വിഷ്ണുമായ ചാത്തൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ചാത്തനും അതുപോലെയാണ്. നമ്മളുടെ വേദനകളിലോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇവർ രണ്ടുപേരും നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്ന പോലെ തോന്നും. നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം അവർ നീക്കിത്തരും. ഇതാണ് എൻ്റെ അനുഭവം. ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്, ആദ്യമായിട്ട് ഓൺ വോയിസിലൊരു വീഡിയോ ഇടുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ഞാനുമായിട്ട് പങ്കുവെക്കണം. എൻ്റെ അനുഭവങ്ങൾ ഇനിയും നിങ്ങളോട് ഷെയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഇടണ്ട എന്നുണ്ടെങ്കിലോ, കാരണം എന്നെ അല്ലാത്ത പിന്നെ വീഡിയോകളാണ് ഇതുവരെ ഇട്ടിരുന്നത്, അല്ലാത്ത റെക്കോർഡഡ് വോയിസിൽ അപ്ഡേറ്റ് ചെയ്ത് അതിനും ഫോളോവേഴ്സും അതൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ വീഡിയോകൾ ഇനി ഇടണമെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. കമൻ്റായിട്ട് വന്ന തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. താങ്ക് യു.